ഹലോ കൂട്ടുകാരെ, മഴത്തോരം മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സ്റ്റാൻലി മുൻകൈയെടുത്ത് അലീനയുടെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. പൗലോസിനെ വിളിച്ച് അലീന എന്താണോ പറയുന്നത് അതേപോലെ അനുസരിക്കണമെന്ന് താക്കീതും കൊടുത്തു. അതോടെ അലീന ഹാപ്പിയായി. തൻ്റെ പപ്പയുടെ മനസ്സിൽ തനിക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പക്ഷേ പൗലോസ് എപ്പോഴും വിട്ടുകൊടുക്കാൻ ഭാവിച്ചിട്ടില്ല. അലീനയുമായി മത്സരിക്കാൻ തന്നെയാണ് അയാളുടെ ഭാവം. അങ്ങനെ ഒരു ചായയുടെ പേരിൽ അലീനയും പൗലോസും വീണ്ടും തർക്കത്തിലേർപ്പെട്ടു. പൗലോസിന് തക്കതായ താക്കീത് കൊടുത്ത് അലീന തർക്കത്തിൽ നിന്നും പിൻവാങ്ങി. അലീന കിച്ചണിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പൗലോസ് രാജപ്പനെയും ബൈജുവിനെയും വിളിച്ച് സംസാരിച്ചു. മിക്കവാറും ഉടനെ തന്നെ ഇവിടുന്ന് പോവേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അത് കേട്ടതും ബൈജു പറയുകയാണ്, ഒരു കാരണവശാലും പൗലോസേട്ടൻ ഇവിടുന്ന് പോവരുത്. ആ പെണ്ണിൻ്റെ അടുത്ത് എന്തിനാ പൗലോസേട്ടൻ വഴക്കിന് നിൽക്കുന്നത്? അവൾ എന്നാന്ന് വെച്ചാൽ ചെയ്യട്ടേന്നേ. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, മുതലാളിയുടെ ഭാര്യയും മക്കളോ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇതങ്ങനെയാണോ? നമുക്കറിയാലോ ഇത് മുതലാളിയെ ശരിക്കുള്ള മോളൊന്നല്ലെന്ന്. കണ്ട അനാഥാലയത്തിലൊക്കെ ദരിദ്രവാസിയായി ജീവിച്ചവളല്ലേ. കുറച്ചു കാലം എങ്ങാണ്ടൊക്കെ വീട്ടുവേലക്കാരിയായിട്ടും നിന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പത്രാസ് കാണിക്കുന്നു. അപ്പോൾ ബൈജു വീണ്ടും പറയുകയാണ്, ദേ പൗലോസേട്ടാ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയേക്കരുത്. അത് മണ്ടത്തരവാ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എടാ ബൈജു, നീ അഞ്ചലിലോട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഒരു ഗുണം ഉണ്ടായില്ലല്ലോടാ. ആ കൊള്ളാം, അവർ വരും പൗലോസേട്ടാ. വരുമ്പോൾ ഒരു ജാതിയായിട്ടായിരിക്കും വരിക. അവളുടെ കുറ്റി പറിക്കാതെ അവരിവിടുന്ന് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പിടിച്ചു നിൽക്കാൻ. അത് കേട്ടുകൊണ്ട് പൗലോസ് ഒരു വിഷാദത്തോടെ പറയുകയാണ്, ആ ആൻ്റപ്പനും കൂടി നമ്മുടെ സൈഡ് നിന്നാൽ മതിയായിരുന്നു. അയാളെ നോക്കണ്ടെന്നേ. യജമാന ഭക്തി അല്പം കൂടുതലുള്ളവനാ. അതൊക്കെ പോട്ടെ, നമുക്ക് മാർക്കറ്റിൽ പോണ്ടേ? പൗലോസേട്ടൻ വേഗം വാ. അതും പറഞ്ഞുകൊണ്ട് ബൈജു അവിടെ നിന്ന് പോയി. പെട്ടെന്ന് തന്നെ അവർ മാർക്കറ്റിൽ പോയി സാധനങ്ങളും വാങ്ങി തിരിച്ചു വന്നു. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത് അലീന അവിടെ നിൽപ്പുണ്ടായിരുന്നു. പൗലോസേട്ടാ, ഇതെല്ലാം രൊക്കം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണോ അതോ മാസം തോറും ബില്ല് തീർക്കുന്നതോ? പൗലോസ് അലീനയുടെ മുഖത്ത് നോക്കാതെ പറയുന്നുണ്ട്. മാസം തോറും ബില്ല് തീർക്കുക ചെയ്യുക. എന്നാ ബില്ലൊന്ന് കാണിച്ചേ. ഇറച്ചിക്കടയിലും മീൻകടയിലൊക്കെ എവിടെന്നാ കുഞ്ഞെ ബില്ല്? പൗലോസ് ആ പറയുന്ന കേട്ടിട്ട് ബൈജും രാജപ്പനൊന്ന് ചിരിച്ചു. എന്നാലും ഒരു തുണ്ടെങ്കിലും അവർ കുറിച്ച് തരില്ലേ? പറ്റുബുക്കൊക്കെയുണ്ട്, അത് അവരുടെ കടയിലാണ് സൂക്ഷിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് വേറെ അക്കൗണ്ട് ബുക്കൊന്നും ഇല്ലേ? ഉണ്ടല്ലോ, എന്നാൽ അതൊന്ന് കാണിച്ചേ. പൗലോസ് ഉടനെ തന്നെ അക്കൗണ്ട് ബുക്ക് എടുത്ത് അലീനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അലീന അതിലെ താളുകൾ മറിച്ച് മറിച്ച് നോക്കുന്നുണ്ട്. ഇന്നലെ എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നോ പൗലോസേട്ടാ? വാങ്ങിച്ചായിരുന്നല്ലോ. എന്നിട്ട് അതൊന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇന്നത്തേതും ഇല്ല. അതൊക്കെ ഞാൻ എഴുതിക്കോളാം കുഞ്ഞെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്. ഇവരുടെ സംസാരം കേട്ട് അവതക്കുട്ടിച്ചായൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ മോളെ, വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല വല്യപ്പച്ച, ഞാൻ ഈ സാധനങ്ങളുടെയൊക്കെ തൂക്കവും വിലയും ചോദിക്കുകയായിരുന്നു പൗലോസേട്ടനോട്. അങ്ങനെ അലീന ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഓരോ സാധനത്തിൻ്റെ തൂക്കവും വിലയും ചോദിക്കുന്നുണ്ട് പൗലോസിനോട്. അതെല്ലാം ഒത്തു നോക്കിയപ്പോൾ അലീനയ്ക്ക് എന്തോ ക്രമക്കേട് തോന്നി. അവൾ ബൈജുവിൻ്റെയും രാജപ്പൻ്റെയും മൊബൈൽ ഫോണുകൾ വാങ്ങി അലമാരയ്ക്ക് മുകളിൽ വെച്ചു. എന്നിട്ട് ഇന്ന് ഇറക്കിയ സാധനങ്ങളെല്ലാം തിരിച്ച് വണ്ടിയിൽ തന്നെ കയറ്റാൻ പറഞ്ഞു. അതോടെ എന്തോ കുഴപ്പമുണ്ടെന്ന് ഔതുക്കുട്ടിച്ചായനും മനസ്സിലായി. എന്തേലും കള്ളത്തരം കാണിച്ചോടാ? ഇത് കേട്ട് ബൈജുവും രാജപ്പനും പറയുന്നുണ്ട്, ഞങ്ങളൊരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. ഇന്നത്തെയും കണക്ക് പറ്റുബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെയാ ഈ കൊച്ചി കാണിച്ചു കൂട്ടുന്നത്. അപ്പോഴേക്ക് അലീന അങ്ങോട്ട് തിരിച്ചെത്തിയിട്ടോ. അലീനയെ കണ്ടതും ഔതുക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വലിയപ്പച്ച, ഈ അരി കണ്ടിട്ട് അത് 50 കിലോനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് തൂക്കി നോക്കണം. ഇനിയിപ്പോൾ കടക്കാർ പറ്റിച്ചതാണോന്ന് അറിയണ്ടേ? അയ്യോ കുഞ്ഞ്, അരി 50 കിലോനൊന്നുമില്ല, 40 ഉണ്ടാവുള്ളൂ. 10 കിലോ ഞാൻ മിനിഞ്ഞാന്ന് വാങ്ങിച്ചതാ. ഓഹോ, അത് ശരി. അപ്പോൾ അതും പറ്റുബുക്കിൽ എഴുതാൻ മറന്നുപോയോ? അല്ല, അത് പിന്നെ പൗലോസേട്ടൻ കിടന്ന് ഉരുളൊന്നും വേണ്ട. എവിടെയാ ഈ അരിയെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഞാനൊന്ന് കാണട്ടെ. അത് കേട്ടപ്പോഴേക്കും പൗലോസിൻ്റെ മുഖമെല്ലാം വിളറാൻ തുടങ്ങി. പിടിക്കപ്പെട്ടു എന്ന് അയാൾക്ക് ഉറപ്പായി. പൗലോസ് അരി സൂക്ഷിക്കുന്ന ഡപ്പ അലീനയ്ക്ക് കാണിച്ചു കൊടുത്തു. അതിൽ 4-5 കിലോ അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലീന പറ്റുബുക്കിൻ്റെ താളുകൾ ഒന്നും കൂടി മറിച്ചു നോക്കി. ഇതിൽ മിനിഞ്ഞാന്ന് 30 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ടല്ലോ പൗലോസേട്ടാ. ആകെ മൊത്തം 40 കിലോ അരി ഈ 5 ദിവസത്തിനിടയിൽ പൗലോസേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതിൽ കാണുന്നത് 4-5 കിലോ അരി. ബാക്കി 35 കിലോ അരി നമ്മൾ ഈ 5 ദിവസം കൊണ്ട് തിന്നു തീർത്തോ? ഞാൻ 3 ദിവസം ഉപവാസമായിരുന്നു. വല്യപ്പച്ചനാണെങ്കിൽ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ആരാ ഇതെല്ലാം തിന്നു തീർത്തത്? എൻ്റെ പപ്പയാണോ ഇവിടുത്തെ ഭീമസേന? പൗലോസിന് ഇതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. അരിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, ഏതായാലും നമുക്ക് മാർക്കറ്റ് വരെ ഒന്ന് പോയി നോക്കാം. ഇത് കേട്ടതും പൗലോസ് ബൈജുവിൻ്റെയും രാജപ്പൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അപ്പോഴേക്കും അവതക്കുട്ടിച്ചായി, എന്താടാ മടിച്ച് മടിച്ച് നിൽക്കുന്നേ? വേഗം അങ്ങോട്ട് ജീപ്പിലോട്ട് കയറടാ. പൗലോസ് ജീപ്പിൽ ചെന്ന് കയറി. അപ്പം അലീന പറയുന്നുണ്ട്, രാജപ്പൻ ചേട്ടനും ബൈജും കൂടി കയറിക്കോ. ഫോൺ എവിടെ ഇരുന്നോട്ടെ, അത് കയ്യിലുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കാൻ തോന്നും. അങ്ങനെ അവരുടെ കൂടെ അലീനയും അവതക്കുട്ടിച്ചായനും കൂടി മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്.
മാർക്കറ്റിലെത്തിയതും അലീന പറയുന്നുണ്ട്, ആ കടയൊന്ന് കാണിച്ചു തന്നാൽ മതി, ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, ഞാൻ പോയി ചോദിച്ചറിഞ്ഞോളാം. തുടർന്നവൾ അവതക്കുടിച്ചായനും കൂട്ടി കടയിലേക്ക് കയറിപ്പോയി. കടയിൽ കയറിയതും അലീനയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. കടക്കാരനും ഇവരും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു ഇതെല്ലാം. കാരണം കടക്കാരന്റെ പറ്റുബുക്കിൽ ഇവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തൂക്കം എഴുതിയിട്ടുണ്ട്. എന്നാൽ സാധനങ്ങൾ തൂക്കി നോക്കിയപ്പോൾ അതിന്റെ പകുതി പോലുമില്ല. മാത്രമല്ല വിലയാണെങ്കിൽ മറ്റു കടകളേക്കാൾ 10% കൂടുതലും. ബൈജുവിനും രാജപ്പനും പൗലോസിനെല്ലാം അലീനയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല. സാധനങ്ങളെല്ലാം തിരികെ വണ്ടിയിൽ കയറ്റാൻ അലീന അവരോട് പറഞ്ഞു. അന്നേരം അലീന പൗലോസേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഇനി ഇറച്ചിക്കടയിലും മീൻകടയിലും ഞാൻ കയറണോ പൗലോസേട്ടാ? പൗലോസിന് മിണ്ടാട്ടമില്ല. വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. പക്ഷേ അവതക്കുട്ടിച്ചായൻ അത് വിട്ടുകളയാൻ ഭാവമില്ല. ഇതും കൂടി നമുക്ക് തൂക്കി നോക്കണ്ടേ മോളെ? വേണ്ട വല്യപ്പച്ച, കാര്യം എന്താ നമുക്ക് പിടികിട്ടിയല്ലോ. ജീപ്പ് തിരിച്ചു വിടാൻ നോക്ക്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തി. സാധനങ്ങളെല്ലാം വീണ്ടും ഇറക്കി. പാതി ചത്തതുപോലെ നിൽക്കുകയാണ് ബൈജുവും രാജപ്പനും പൗലോസും എല്ലാം. 3 പേരുടെ മുഖത്തേക്കും മാറി മാറി നോക്കിയിട്ട് അലീന ചോദിക്കുകയാണ്, കടക്കാരനുമായിട്ടുള്ള ഒത്തുകളിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ പൗലോസേട്ടൻ പറ, എങ്ങനെയാണ് നിങ്ങളിത് പങ്കിട്ടെടുക്കുന്നത്? പൗലോസ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പൗലോസേട്ടൻ കേട്ടില്ലേ ഞാൻ ചോദിക്കുന്നത്? എൻ്റെ പപ്പയുടെ മുതൽ എങ്ങനെയാണ് നിങ്ങൾ കട്ട് മുടിച്ചിരുന്നതെന്ന്. പൗലോസ് ഒന്നും പറയാതെ നിൽക്കുകയാണ്. എന്നാ പിന്നെ പപ്പയെ കൊണ്ട് തന്നെ ചോദിപ്പിക്കാം. അതാവുമ്പോൾ മറുപടി പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ ബൈജു പറയുന്നുണ്ട്, അയ്യോ കുഞ്ഞെ, അത് വേണ്ട. 1/3 കടക്കാർക്ക്, ബാക്കി ഞങ്ങൾക്ക്. അതാ കണക്ക്. ഈ വിഹിതം ആരാ തരുന്നത്? കടക്കാരനാണോ? അതെ. ചുരുക്കി പറഞ്ഞാൽ എത്ര കിട്ടും നിങ്ങൾക്ക് ഒരു മാസം? അതിന് മറുപടി പറഞ്ഞത് രാജപ്പനാ. 15,000 രൂപ കിട്ടും. അത് ഞങ്ങൾ പങ്കിട്ടെടുക്കും. ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ആൻ്റപ്പൻ ചേട്ടനും ഉണ്ടോ? ഇല്ല, ഞങ്ങൾ 3 പേരും മാത്രം. അതെന്താ ആൻ്റപ്പൻ ചേട്ടനെ കൂട്ടാത്തത്? അല്ല, അത് പിന്നെ ആൻ്റപ്പൻ ചേട്ടനെ അറിയോ ഇവിടെ നടക്കുന്ന കള്ളത്തരങ്ങളൊക്കെ? അറിയാം. അതിന് ഞങ്ങൾ ഓരോ പൈൻറ്റ് മേടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പൗലോസേട്ടാ, പൗലോസേട്ടന് എൻ്റെ അപ്പനാവാനുള്ള പ്രായമുണ്ട്. എന്നാലും ചോദിക്കാതെ വയ്യ. ശുദ്ധ തെമ്മാടിത്തരല്ലേ പൗലോസേട്ടാ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? എൻ്റെ പപ്പ നിങ്ങൾ എത്ര വിശ്വസിച്ചാ ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് എന്താ? വിശ്വാസവഞ്ചന. എന്നിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ എന്നോട് ദേഷ്യവും. അവതക്കുട്ടിച്ചായനാണെങ്കിൽ ഇതെല്ലാം ദൂരെ മാറി നിന്ന് നോക്കുകയാണ്. അലീന അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ അവതക്കുട്ടിച്ചായന് എന്തെന്നില്ലാത്ത അഭിമാനം തോന്നി. അപ്പം അലീന പറയുന്നുണ്ട്, കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനിയൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ശമ്പളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അത് എത്രയാണെന്ന് വെച്ചാൽ കൂട്ടിത്തരാം. വേണമെങ്കിൽ ഞാനും പപ്പയോട് പറയാം. പക്ഷേ ഇത്തരം കള്ളത്തരം ഇനി പറ്റില്ല. ഞാനുള്ളിടത്തോളം അത് അനുവദിച്ച് തരില്ല. അതിന് തയ്യാറല്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ കണക്ക് തീർത്ത് ഇവിടുന്ന് പിരിഞ്ഞു പോകാം. ഇത്രയും പറഞ്ഞിട്ട് അലീന തിരികെ അവളുടെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയതും ആൻ്റപ്പൻചേട്ടനെ വിളിച്ചു വരുത്തി. ആൻ്റപ്പൻചേട്ടൻ ഒന്ന് കണ്ണടച്ചേ. ആ, ഇനി കണ്ണു തുറക്ക്. ഒരു 200 രൂപ അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് അലീന പറയുകയാണ്, ഇത് ആൻ്റപ്പൻചേട്ടൻ്റെ പൈൻറ്റ് മേടിക്കാൻ. പലതും കണ്ടിട്ടും കാണാത്ത മട്ടി നിൽക്കുന്നതിന് ആൻ്റപ്പൻചേട്ടൻ്റെ പൈൻറ്റ് മേടിച്ച് തരാറില്ലേ ചിലർ? പൈൻറ്റിൻ്റെ വിലയൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തികഞ്ഞില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഒന്ന് കണ്ണടച്ചാൽ മതി, ഞാൻ തരാം. പക്ഷേ ഇനി ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങരുത്. ആൻ്റപ്പന് കാര്യം മനസ്സിലായി. എൻ്റെ കുഞ്ഞെ, മനഃപൂർവ്വമല്ല, അവർ നിർബന്ധിച്ചപ്പോൾ. അതൊക്കെ എനിക്ക് മനസ്സിലായി. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. മോളെ, കേണൽ സാബിനോട് ഇതൊന്നും പറഞ്ഞേക്കല്ലേ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഒരബദ്ധം പറ്റിയതാ, ക്ഷമിക്ക്. ശരി, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഇനി ഈ ക്ഷമയൊന്നും ഉണ്ടാവില്ല. വിശ്വസിക്കുന്നവരെ ഇങ്ങനെ ചതിക്കരുത് ആൻ്റപ്പൻ ചേട്ടാ. എനിക്കത്രേ പറയാനുള്ളൂ. ഇപ്പോൾ പോയിക്കോ, ഞാൻ ആരോടും പറയില്ല. ആൻ്റപ്പൻ ചേട്ടൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അയാൾക്ക് അതിയായ കുറ്റബോധമുണ്ട്. അത് കഴിഞ്ഞ് അവതക്കുട്ടിച്ചായൻ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സ്റ്റാൻലിയോട് ഇതേപ്പറ്റി പറയണ്ടേ മോളെ? വേണ്ട വല്യപ്പച്ച, ഇത്തവണത്തേക്ക് നമുക്ക് ഇവരോട് ക്ഷമിക്കാം. ഇതൊക്കെ ക്ഷമിക്കാൻ കൊള്ളാവുന്ന കാര്യമാണ് മോളെ. കള്ളത്തരം ചെയ്തവർ മാത്രമല്ലല്ലോ, അതിന് സാഹചര്യം ഒരുക്കി കൊടുത്തവരും കുറ്റക്കാരല്ലേ? ഭണ്ഡാരപ്പെട്ടി തുറന്നിരുന്ന ഭഗവാനും കൈയിട്ട് വാരുന്നല്ലേ ചൊല്ല്. അലീനയുടെ വർത്താനം കേട്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവതക്കുട്ടിച്ചായൻ. ഇനി വരാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്